വസ്ത്രങ്ങൾ അലക്കി വൃത്തിയാക്കുന്നത് പോലെ മനുഷ്യന്റെ ദേഹത്തെ അഴുക്കെല്ലാം കളഞ്ഞ് കുളിപ്പിച്ചു തരുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചിന്തയ്ക്കപ്പുറം കടന്നിരിക്കുകയാണ് സാങ്കേതിക വിദ്യ. സയൻസ് എന്ന ജാപ്പനീസ് ടെക് കമ്പനിയാണ് ഉപകരണം അവതരിപ്പിച്ചത്. മിറായ് നിങ്കൻ സെൻഡകുക്കി എന്ന് അറിയപ്പെടുന്ന ഉപകരണം സ്പായ്ക്ക് സമാനമായ അനുഭവമാണ് നൽകുക. മനോഹരമായ പാട്ട് കേൾപ്പിച്ചുകൊണ്ട് മുഴുവൻ ശരീരവും കഴുകിയെടുക്കാൻ ഈ യന്ത്രത്തിന് സാധിക്കും. വസ്ത്രങ്ങൾ അലക്കി വൃത്തിയാക്കുന്നത് പോലെ ഉപയോക്താക്കൾ പോഡിൽ കിടക്കുമ്പോൾ കുളിപ്പിച്ചു തരുന്ന തരത്തിലാണ് പുതിയ മെഷീന്റെ പ്രവർത്തനം. പോഡിന്റെ അകത്തു കടന്ന് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന തരത്തിലാണ് മെഷീന്റെ സാങ്കേതിക വിദ്യ. മെഷീൻ കുളിപ്പിക്കുന്ന സമയത്ത് മ്യൂസിക് കേൾക്കുവാനുള്ള സൗകര്യവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ വാഷിംഗ് മെഷീൻ പോലെ സ്പിൻ ചെയ്യില്ല. ജപ്പാനിൽ മനുഷ്യ വാഷിംഗ് മെഷീൻ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരു കമ്പനി. ഇത്തരത്തിലുള്ള 50 മെഷീനുകൾ നിർമ്മിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. വില ഏകദേശം $3,80,000 വരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഉയർന്ന വില കാരണം സാധാരണക്കാർക്ക് അപ്രാപ്യമാണെങ്കിലും ഈ യന്ത്രം വിപണിയിലെത്തിയാൽ ആവശ്യക്കാരേറെ എത്തും. ബാത്ത് ടബ്, സ്പാ പോഡ്, കോമ്പാക്ട് കാർ വാഷ് എന്നിവയുടെ സംയോജിത രൂപമാണ് ഈ ഹൈടെക് മെഷീൻ. യന്ത്രത്തിനുള്ളിൽ ഒരാൾക്ക് സുഖമായി ഇരിക്കാൻ കഴിയുന്ന ഒരു ചാരു കസേരയുണ്ട്. ഇതിൽ ഇരിക്കുന്ന വ്യക്തിയെ 15 മിനിറ്റ് കൊണ്ട് കുളിപ്പിച്ചെടുക്കും. 6 മാസം നീണ്ടുനിന്ന വേൾഡ് എക്സ്പോയിൽ ആളുകളുടെ ശ്രദ്ധ ഏറ്റവും അധികം ആകർഷിച്ച ഉൽപ്പന്നമാണ് ഭാവിയുടെ ഹ്യൂമൻ വാഷർ എന്ന് വിളിക്കപ്പെടുന്ന ഈ യന്ത്രം. ഈ യന്ത്രം ശരീരം മാത്രമല്ല ആത്മാവിനെയും കഴുകിയെടുക്കുമെന്നാണ് കമ്പനി വക്താവ് സാജി കെ മേക്കുര പറയുന്നത്. ആളുകളുടെ ഹൃദയമിടിപ്പ് ഉൾപ്പെടെയുള്ളവ തിരിച്ചറിയാനാവുന്ന സെൻസറുകളോട് കൂടിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഒരു US റിസോർട്ട് കമ്പനി ഉൾപ്പെടെ അന്തർദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ ഇതിന് താല്പര്യമറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഒസാക്കയിലെ തന്നെ ഒരു ഹോട്ടലിലാണ് ഇത് ആദ്യമായി വാങ്ങിയത്. ഹോട്ടലിലെത്തുന്ന അതിഥികൾക്ക് ഇത് ഉപയോഗിക്കാനാകും. ജപ്പാനിലെ ഇലക്ട്രോണിക് റീറ്റെയിലർ സ്ഥാപനമായ യമാഡ ഡെൻകിയും തങ്ങളുടെ സ്റ്റോറിൽ സന്ദർശകരെ വർദ്ധിപ്പിക്കാനായി ഈ ഹ്യൂമൻ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്.